ഹായ് ഓൾ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ നമ്മളെ ചാനലിലെ ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഒരു മധുരം വെച്ചിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. കുക്കറിൽ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സേമിയ പായസം ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ നെയ്യ് ചൂടാക്കുക. അതിലേക്ക് ഒരു കപ്പ് വറുത്ത സേമിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നാലും ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്ത് ചെറുതായിട്ട് നിറം മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുക. അത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ 3-4 ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ പാല് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് ചേർക്കുന്നത്. കുറഞ്ഞ അളവിലാണ് ഉണ്ടാക്കുന്നത്. പാല് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കറിൻ്റെ വെയിറ്റ് ഊരി മാറ്റി അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ഇത് വലിയ കുക്കർ ആയതുകൊണ്ടാണ് കേട്ടോ കുറഞ്ഞ അളവിൽ തോന്നണത്. ഇത് കറക്റ്റ് 3 ഗ്ലാസ്സിനുള്ള അളവാണ് ഞാനിവിടെ പറയണത്. അപ്പോൾ നമ്മൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെ സേമിയൊക്കെ നന്നായിട്ട് കറക്റ്റ് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം. സേമിയൊക്കെ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മധുരത്തിന് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ശരിക്ക് പായസം ചെയ്യുമ്പോഴുള്ള കൈയെടുക്കാതെ ഇളക്കുന്ന ആ ഒരു പ്രോസസ്സ് ഈ രീതിയിൽ ചെയ്യുമ്പോൾ ആവശ്യമില്ല. അതേപോലെ തന്നെ സമയം ഒരുപാട് ലാഭമാണ്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മൾ മുമ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ കുറഞ്ഞ അളവ് ചേർത്ത് കൊടുത്താൽ മതി. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അവസാനമായിട്ട് അതിലേക്ക് അര ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ പായസം അവിടെ റെഡി ആയിട്ടുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന പായസ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയും കാണുന്നവരേക്കും ബൈ.